അരുൺ, കണ്ണൂരിലും വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കണ്ടത്. എന്തായിരുന്നു കാഴ്ചകൾ, അരുൺ? ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ യുവജന സംഘടനകളുടെയൊക്കെ പ്രതിഷേധം തുടരുകയാണ്. അതിൻ്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ DMO ഓഫീസിലേക്ക് ഇന്ന് രാവിലെ മാർച്ച് നടത്തിയത്. ആ മാർച്ച് സംഘർഷത്തിലാണ് കലാശിച്ചത്. ഏറെ നേരം പോലീസും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. 2 റൗണ്ട് പോലീസ് ഈ പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. മണിക്കൂറുകളോളം ഈ DMO ഓഫീസ് പരിസരത്ത് സംഘർഷ സാഹചര്യം നിലനിന്നു. 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ സംഘർഷത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള കാഴ്ചകളുണ്ട്. പിന്നീട് റോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്ന ഉൾപ്പെടെയുള്ള സമര രീതികൾ അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തു. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. അതോടൊപ്പം മട്ടന്നൂരിൽ യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. റോഡ് ഉപരോധം പോലീസ് തടഞ്ഞു. അതിന് പിന്നാലെ പോലീസും അതോടൊപ്പം തന്നെ യൂത്ത് ലീഗ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. പിന്നീട് അതൊരു സംഘർഷത്തിലേക്ക് കലാശിച്ചു. മുഴുവൻ പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ് ചെയ്തത്. തളിപ്പറമ്പിലും സമാനമായി സംസ്ഥാന വ്യാപകമായി യൂത്ത് ലീഗ് പ്രഖ്യാപിച്ച ഉപരോധ സമരത്തിൻ്റെ ഭാഗമായി ദേശീയപാത ഉപരോധിച്ചുള്ള സമരമുണ്ടായി. അവിടെയും നേരിയ സംഘർഷം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ മുനിസിപ്പൽ പഞ്ചായത്ത് തലങ്ങളിൽ നഗര കേന്ദ്രങ്ങളിലെല്ലാം യൂത്ത് ലീഗിൻ്റെ റോഡ് ഉപരോധ സമരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി കനത്ത പോലീസ് സുരക്ഷയാണ് എല്ലായിടങ്ങളിലും പ്രതിഷേധമുള്ള എല്ലായിടങ്ങളിലും നിയോഗിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കണ്ണൂർ നഗര കേന്ദ്രത്തിലൊക്കെ കനത്ത സുരക്ഷാ വലയത്തിലാണ്. ഇന്ന് നഗരത്തിൽ ഗവർണർ എത്തിയിട്ടുണ്ട്. ഗവർണറുടെ പരിപാടി ജില്ലയിലുണ്ട്, തളിപ്പറമ്പിലുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള കനത്ത സുരക്ഷയിലാണ് കണ്ണൂരുള്ളത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.